എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് കീഴിലെ മുഴുവൻ പള്ളികളിലും ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന് വീണ്ടും സിനഡ് നിർദ്ദേശം. പുതിയ മേജർ ആർച്ച് ബിഷപ്പ് ചുമതലയേറ്റതിന് പിന്നാലെയാണ് നിർദ്ദേശം വന്നത്. സിനഡ് തീരുമാനം സംബന്ധിച്ച് അതിരൂപത അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ പുതിയ സർക്കുലർ പുറത്തിറക്കി. അടുത്ത ഞായറാഴ്ച അതിരൂപതയിലെ മുഴുവൻ ഇടവകകളിലും സ്ഥാപനങ്ങളിലും സർക്കുലർ വായിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. സിറോ മലബാർ സഭ സിനഡിന്റെ സമാപന ദിവസമായ 13-നാണ് അതിരൂപതയ്ക്ക് കീഴിലെ പള്ളികളിൽ ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന് നിർദ്ദേശം നൽകാൻ തീരുമാനിച്ചത്. ഇതിന്റെ ഭാഗമായാണ് സിനഡിലെ ബിഷപ്പുമാർ ഒപ്പുവെച്ച സർക്കുലർ അതിരൂപത അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ പുറത്തിറക്കിയത്. അതിരൂപതയ്ക്ക് കീഴിലുള്ള മുഴുവൻ പള്ളികളിലും ക്രിസ്മസ് ദിനം മുതൽ ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന മാർപ്പാപ്പയുടെ നിർദ്ദേശം പാലിക്കണമെന്ന് സർക്കുലറിൽ പറയുന്നു. മാത്രമല്ല, അടുത്ത ഞായറാഴ്ച അതിരൂപതയ്ക്ക് കീഴിലെ മുഴുവൻ ഇടവകകളിലും സ്ഥാപനങ്ങളിലും സർക്കുലർ വായിക്കണമെന്നും അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ബോസ്കോ പുത്തൂരിന്റെ സർക്കുലറിലുണ്ട്. പുതിയ സർക്കുലർ പുറത്തിറങ്ങിയതോടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കുർബാന തർക്കം കൂടുതൽ രൂക്ഷമാവുമെന്നുറപ്പായി. അതിരൂപതയിൽ ഒരു വിഭാഗം വൈദികരുടെയും വിശ്വാസികളുടെയും എതിർപ്പിനെ തുടർന്ന് ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന നിർദ്ദേശം ഒരു വർഷത്തിലേറെയായി നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിനിടെയാണ് മേജർ ആർച്ച് ബിഷപ്പായിരുന്ന കർദിനാൾ ജോർജ് ആലഞ്ചേരി രാജിവെച്ചത്. ഇക്കഴിഞ്ഞ സിനഡ് സമ്മേളനത്തിൽ പുതുതായി ചുമതലയേറ്റ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ കഴിഞ്ഞ ദിവസം അതിരൂപത ആസ്ഥാനം സന്ദർശിച്ചിരുന്നു. പുതിയ മേജർ ആർച്ച് ബിഷപ്പിൽ പ്രതീക്ഷയുണ്ടെന്ന് ജനാഭിമുഖ കുർബാനയെ അനുകൂലിക്കുന്നവർ പറഞ്ഞിരുന്നു. എന്നാൽ പുതിയ മേജർ ആർച്ച് ബിഷപ്പിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സിനഡിൽ തന്നെയാണ് ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന തീരുമാനമുണ്ടായതെന്ന വിവരം പുറത്തുവന്നതോടെ ജനാഭിമുഖ കുർബാനയെ അനുകൂലിക്കുന്നവർ വീണ്ടും പ്രതിഷേധവുമായി രംഗത്തെത്തിയേക്കും. കൈരളി ന്യൂസ്, കൊച്ചി.